ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. മഹീന്ദ്ര KUV 100. അപ്പോൾ ഈ ഒരു വാഹനം വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ഹാർഡാണ്, ക്ലച്ച് നല്ല ടൈറ്റാണ്. അത്യാവശ്യം കിലോമീറ്റർ ഓടിയ ഒരു വാഹനമല്ല, നല്ല കെയർ ചെയ്ത് ഓടുന്ന വാഹനമാണ്. പക്ഷേ എന്നാലും ക്ലച്ച് ഹാർഡ് വരാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ ലോങ് യാത്രയൊന്നുമില്ല, ചെറിയ ഓട്ടത്തിന് ഒരുപാട് ക്ലച്ച് ഉപയോഗിക്കും. ഇപ്പോൾ നമ്മളൊരു 50 കിലോമീറ്റർ ഓടാൻ ഒരു 1000 പ്രാവശ്യം, ഒരു 1000 അല്ല ഒരു 500 പ്രാവശ്യം ക്ലച്ച് ചവിട്ടണമെങ്കിൽ ഈ ഒരു വാഹനത്തിൽ കൂടുതൽ പ്രാവശ്യം ക്ലച്ച് ചവിട്ടും. അപ്പോൾ അങ്ങനെ ചവിട്ടുന്ന സമയത്ത് ഇതിൻ്റെ പ്രഷർ പ്ലേറ്റ് ലോഡായി ക്ലച്ച് നല്ല ഹാർഡ് ആവാൻ തുടങ്ങും. അപ്പോൾ എല്ലാ വാഹനവും അതുപോലെയാണ്. ഇതിൻ്റെ കിലോമീറ്റർ ജസ്റ്റ് കാണാൻ എങ്ങനെയാണെന്ന്. കിലോമീറ്റർ 33,609 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രഷർ പ്ലേറ്റാണ് മെയിനായിട്ടുള്ള വിഷയം. പ്രഷർ പ്ലേറ്റും ക്ലച്ച് ഡിസ്ക്കും നമുക്ക് മാറാം. റിലീസ് ബെയറിംഗ് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി മാറി ഇതിൻ്റെ ഗിയർ ഓയിലും ചെക്ക് ചെയ്ത് 4 വീല് ബ്രേക്കും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ യൂട്യൂബ് ചാനൽ കണ്ട് പാറശാലയിൽ നിന്ന് ഓടി വന്നൊരു വാഹനമാണ്. അപ്പോൾ നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. വർക്ക് നമ്മൾ റാമ്പിലിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗിയർ ബോക്സ് ഇളക്കാൻ എളുപ്പമുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ക്ലച്ച് മാറണമെങ്കിൽ ഗിയർ ബോക്സ് ഇളക്കണം. നമ്മൾ സാധാരണഗതിയിലുള്ള വാഹനം പോലെ തന്നെയാണ് കാർ സെഗ്മെൻറ്റിൽ. അപ്പോൾ ലെഫ്റ്റ് സൈഡാണ് ഗിയർ ബോക്സ് വരുന്നത്. എൻജിൻ സൈഡ് നമുക്ക് അതിൻ്റെ ആക്സിലെല്ലാം നമുക്ക് ഇളക്കി വിടണം. ഗിയർ ബോക്സ് വരുന്ന 2 സൈഡ് ആക്സിൽ. അപ്പോൾ വീലിൽ വരുന്ന ലോവർ ആം, ടയർ റോഡ്, ലിങ്ക് റോഡ് ഇതൊക്കെ നമുക്ക് ഇളക്കി, ആക്സിൽ 2 ഇളക്കി ഇതിൻ്റെ ഗിയർ ബോക്സ് ഓയിൽ ചോർത്തി, അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുബോൾട്ടും ഫൗണ്ടേഷനും ഇളക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഗിയർ ബോക്സ് ഇളക്കിയെടുത്ത് ഫ്ലൈ വീലാണ് ക്ലച്ച് വരുന്നത്, ക്ലച്ച് ഇളക്കിയെടുക്കാൻ കഴിയത്തുള്ളൂ. അതിനോടൊപ്പം റിലീസ് ബെയറിംഗ് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് നമ്മൾ ചേഞ്ച് ചെയ്യും. ഗിയർ ബോക്സ് ഓയിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ബ്രേക്ക് പാഡൊക്കെ ഓടാനുണ്ട്. ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ബാക്കിൽ ഡ്രം ബ്രേക്കാണ്, ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡൊക്കെ വെച്ച് വർക്ക് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ അടി സൈഡിലാണെങ്കിൽ കവറിങ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കവറിങ് എല്ലാം നമുക്ക് ഇളക്കിയാൽ മാത്രമേ ഗിയർ ബോക്സിലോട്ട് വർക്ക് തുടങ്ങാൻ കഴിയത്തുള്ളൂ. ഒരു കവറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഡസ്റ്റും പൊടിയും മണ്ണും ചെളിയും ഇതൊന്നും അടിച്ച് കയറാതിരിക്കാനുള്ള കവറിങ്ങാണ്. അപ്പോൾ മൗണ്ടിങ്, ഇതായി കാണുന്ന മൗണ്ടിങ് ഒക്കെ നമുക്ക് ഇളക്കണം, ആക്സിൽ ഇളക്കണം. അപ്പോൾ റാമ്പാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് വർക്ക് തുടങ്ങി. ഇനി നമുക്ക് ഗിയർ ബോക്സ് ഇറക്കിയിട്ട് ഡീറ്റെയിൽ എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ വാഹനത്തിൻ്റെ അടി സൈഡിൽ നമ്മൾ കവർ ഇളക്കിയപ്പോൾ ഇതാണ്, ഈ കാണുന്നതാണ് ഇതിൻ്റെ ആക്സിൽ നമ്മൾ ഇളക്കി മാറ്റണം. അതുപോലെ തന്നെ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഗിയർ ബോക്സിൽ സ്ലാബ് സിലിണ്ടർ ഉണ്ട്. ഈ കാണുന്ന സ്ലാബ് സിലിണ്ടർ നമ്മൾ ഇളക്കി മാറ്റണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൊലേറോയൊക്കെ വരുന്ന ടൈപ്പാണ്. അതുപോലെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ. സ്കോർപിയോ. അപ്പോൾ അത് ഫോർക്ക് ലിവറിനെ പുറത്തുനിന്ന് തള്ളിവിടുന്ന രീതിയാണ്. എന്ന് വെച്ചാൽ ഹൈഡ്രോളിക് വഴി ക്ലച്ച് വർക്ക് ചെയ്യിപ്പിക്കുന്ന ഹൈഡ്രോളിക് സിലിണ്ടറാണ് ഇത്. ലുക്ക് എന്ന് പറയുന്ന കമ്പനിയാണ് ഇതിൽ വരുന്നത്. ഈ കാണുന്നത് 2 ബോൾട്ട് ഇളക്കി വിട്ട് നമുക്ക് ചുറ്റു ബോൾട്ട് ഇളക്കി ഫൗണ്ടേഷൻ ഇളക്കി മാറ്റിയാൽ അത് നമുക്ക് ഗിയർ ബോക്സ് ഇളക്കി എടുക്കാവുന്നതാണ്. ഇത് ഫോർക്ക് ലിവറാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗിയർ ബോക്സ് ഇളക്കി എടുക്കാം. ഫൗണ്ടേഷൻ ഇതായി കാണുന്നതാണ്. ഫൗണ്ടേഷൻ ഇളക്കണം. അങ്ങനെ നമ്മൾ ഗിയർ ബോക്സ് ഇളക്കി എടുത്തു. ഗിയർ ബോക്സ് ആണ് ഇതായി കാണുന്നത്. ഈ ഫോർക്ക് ലിവർ ഇതായി പുറമേ നമുക്ക് പുറത്തുനിന്ന് നമുക്ക് സ്ലാബ് സിലിണ്ടർ വർക്ക് ചെയ്യുന്ന രീതിയാണ്. നമുക്ക് KUV വലിയ വാഹനങ്ങളിലൊക്കെ ഇത് XUV അങ്ങനത്തെ വാഹനങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതിനകത്താണ് സ്ലാബ് സിലിണ്ടർ വരുന്നത്. ഇത് പുറത്താണ്. റിലീസ് ബെയറിംഗ് മാത്രമാണ് അകത്ത് വരുന്നത്. അപ്പോൾ ഇത് വലിയ എമൗണ്ട് വരത്തില്ല. സ്ലാബ് സിലിണ്ടർ റിലീസ് ബെയറിംഗ് ഒരുമിച്ച് വരാത്തതുകൊണ്ട് വലിയ എമൗണ്ട് വരത്തില്ല. അപ്പോൾ നമുക്ക് റിലീസ് ബെയറിംഗ് മാത്രമായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതായത് ഈ കാണുന്നതാണ് റിലീസ് ബെയറിംഗ്. നമ്മൾ ഇളക്കി എടുത്താൽ ഇതിലൊരു ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലോക്ക് ഇതിനായി ഫോർക്ക് ലിവറിനകത്തോട്ട് കയറണം. അപ്പോൾ കുറച്ച് ഗ്രീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് ഫസ്റ്റ് ടൈം ഇളക്കാണ് ഈ ഒരു വാഹനത്തിന് കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ക്ലച്ച് നമ്മൾ ഇളക്കിയെടുത്തു. ഇതായി കാണുന്നതാണ് ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റുമാണ്. ഇത് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 5/1/2018 ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റുമാണ്. അപ്പോൾ ഇത് ക്ലച്ച് ഡിസ്ക് തീർന്നിട്ടുണ്ട് കേട്ടോ. ക്ലച്ച് ഡിസ്ക് റിവേറ്റ് പിടിക്കുന്ന ആ ഒരു അവസ്ഥയായിട്ടുണ്ട്. തീർന്ന് മട്ടമായി. വണ്ടി ചെറിയൊരു റൈസിങ് ഉണ്ടായിരുന്നു. റൈസിങ്ങിനുപരി ക്ലച്ച് ഹാർഡാണ്, ടൈറ്റാണ്. ടൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഫിംഗർ താഴ്ന്നു പോകണം. നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് താരും. നമ്മൾ റിലീസ് ബെയറിംഗ് വെച്ച് ക്ലച്ച് അകത്തോട്ട് താരുമ്പോഴാണ് ഈ ക്ലച്ച് ഡിസ്ക് ഫ്രീ ആയി ഗിയർ വീഴുന്നത്. ഗിയർ വീണ് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ ഈ ഒരു ഫിംഗർ എല്ലാം കൂടെ മേളിലോട്ട് വരും. ക്ലച്ച് ഡിസ്ക് ടൈറ്റ് ആവും, ഫ്ലൈ വീലും ഈ ഒരു പ്രഷർ പ്ലേറ്റുമായിട്ട്. അതിനുശേഷമാണ് വാഹനത്തിന് വീലിലോട്ട് ഡ്രൈവ് കിട്ടുന്നത്. അപ്പോൾ ടൈറ്റ് കാരണത്താലും വണ്ടി റൈസിങ് കാരണത്താലാണ് വിളക്കുന്നത്, ഇപ്പോൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും ഒരുമിച്ച് തന്നെ ഏതൊരു വാഹനത്തിനും നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കണം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീസ് ബെയറിങ്ങും ഗിയർ ബോക്സ് ഓയിലും ഇതിനോടൊപ്പം നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്പെയറൊക്കെ മേടിച്ചിട്ട് കാണാം എങ്ങനെയാണെന്ന്. അങ്ങനെ നമ്മൾ മഹീന്ദ്രയുടെ ജെനുവിൻ പാർട്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ക്ലച്ച് ഡിസ്ക് പ്രഷർ പ്ലേറ്റ് ഒരുമിച്ചാണ് വരുന്നത്. ഇതിൻ്റെ ഏകദേശം എൻ്റെ റേറ്റ് വരുമ്പോൾ ഇപ്പോൾ റേറ്റ് കൂടിയിട്ടുണ്ട്. ഇപ്പം 2 വർഷം മുന്നേ ഉള്ള ക്ലച്ചാണ്, 2022 ക്ലച്ചാണ്. ഇപ്പോൾ 3805 രൂപ ഇപ്പോൾ റേറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കസ്റ്റമറിൻ്റെ ലാഭമെന്ന് വേണം പറയാനായിട്ട്. അത്യാവശ്യം വേറെ കുഴപ്പങ്ങളൊന്നും സംഭവിക്കാത്ത ഒരു ക്ലച്ചാണ്. അപ്പോൾ ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും ഒരുമിച്ചാണ് ഈ ഒരു കവറിൽ വരുന്നത്. പാർട്ട് നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഇത് പവർ പ്ലസ്, ബൊലേറോ പവർ പ്ലസും KUV 100 ഇതെല്ലാം സെയിം ആണ്.
ഈ ഒരു ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും. പിന്നെ നമ്മൾ റിലീസ് ബെയറിംഗും കൂടി എടുത്തിട്ടുണ്ട്. അത് ടെക്സ്പിൻ എന്ന് പറയുന്ന കമ്പനിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള റിലീസ് ബെയറിംഗ് ആണ്. ഈ റിലീസ് ബെയറിംഗ് നമ്മൾ ഇതിനോടൊപ്പം ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ക്ലച്ച് വാഹനത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്ലച്ച് ഡിസ്ക്. നമ്മൾ ക്ലച്ച് ഡിസ്ക് പഴയതുമായിട്ട് വെച്ച് നോക്കിയപ്പോൾ സെയിം പാർട്ട് നമ്പറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ വരുന്നത് വാല്യൂ കമ്പനിയാണ് ഈ ഒരു മഹീന്ദ്രയിൽ വരുന്നത്. MM വരുന്നുണ്ട്, വാല്യൂയും വരുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തിക്നെസ് ഇത്രയും കട്ടിയുണ്ട് കേട്ടോ. ക്ലച്ച് ഡിസ്കിന് നമ്മൾ ക്ലച്ച് ഡിസ്ക് ഓടുന്ന സമയത്ത്, ക്ലച്ച് ഡിസ്ക് താങ്ങുന്ന സമയത്തും ഈ ഒരു ലൈനറാണ്, ഇതിൽ പറ്റിയിരിക്കുന്ന ലൈനറാണ് തേയുന്നത്. തേഞ്ഞ് വരുമ്പോൾ ഇതിന് തിക്നെസ് കിട്ടാതെ വരുമ്പോൾ വാഹനം ഓവർ റൈസിങ് ഉണ്ടാവും, വണ്ടി വലിക്കത്തില്ല, വണ്ടി പുള്ളിങ് കിട്ടത്തില്ല, മൈലേജ് കിട്ടത്തില്ല, ആ ഒരു പ്രോബ്ലമൊക്കെ ഉണ്ടാവും. അപ്പോൾ ക്ലച്ച് ഡിസ്ക് എന്തെങ്കിലും തീർന്ന ആ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റിക്കൊള്ളണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഫ്ലൈ വീൽ ഇതുപോലത്തെ പ്രഷർ പ്ലേറ്റ് പോലെയായിരിക്കും ഫ്ലൈ വീൽ ഇരിക്കുന്നത്. ഫ്ലൈ വീൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലും ഈ ഒരു വിഷയം ഉണ്ടാവാം. അപ്പോൾ പ്രഷർ പ്ലേറ്റ് ക്ലച്ച് ഡിസ്കും ഒരുമിച്ച് മാറി കഴിഞ്ഞാൽ ക്ലച്ച് നല്ല ഗിയർ നല്ല സ്മൂത്തായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ക്ലച്ച് നല്ല സ്മൂത്തായിട്ട് നമുക്ക് റൺ ചെയ്യാം. കാലെടുക്കുന്ന സമയത്ത് നല്ല ഫ്രീ ആയിട്ട് നല്ല സ്മൂത്തായിട്ട് ഒഴുക്കായിട്ട് വാഹനം ഓടിപ്പോകുന്ന ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ റിലീസ് ബെയറിംഗ് എപ്പോൾ നമ്മൾ ക്ലച്ച് മാറിയാലും മാറില്ലെന്നുണ്ടെങ്കിൽ റിലീസ് ബെയറിംഗ് മാറ്റണമെങ്കിൽ, കംപ്ലൈൻ്റ് ആയി മാറണമെങ്കിൽ വീണ്ടും ഇതുപോലെ ഗിയർ ബോക്സ് നമുക്ക് ഇളക്കിയെടുത്താൽ മാത്രമേ റിലീസ് ബെയറിംഗ് മാറാൻ കഴിയത്തുള്ളൂ. അപ്പോൾ രണ്ടാമത് ലേബർ ആകും. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കസ്റ്റമറിനെ നഷ്ടം വരാത്ത രീതിയിൽ ക്ലച്ച് മാറുമ്പോൾ എല്ലാം ഒരുമിച്ച് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും. കേബിൾ വരുന്ന ഇതിലാണെങ്കിൽ കേബിളും കൂടി ചേഞ്ച് ചെയ്യും. റിലീസ് ബെയറിംഗ്, ഗിയർ ബോക്സ് ഓയിൽ എല്ലാം കൂടി ഒരുമിച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത നമുക്ക് ഒരു കാലാവധി 1,00,000 കിലോമീറ്ററൊക്കെയാണ് നമ്മൾ ഏകദേശം പറയുന്നത്. പിന്നെ ഓരോരുത്തർ ഓടിക്കുന്നതിൻ്റെ രീതി അനുസരിച്ചും വരും. അടുത്ത കിലോമീറ്റർ നമുക്ക് ഇതുപോലെ സുഖമായിട്ട് ഓടാവുന്നതാണ്. ഒരു ടെൻഷനും ഇല്ലാതെ എത്ര ലോങ് വേണം നമുക്ക് ഓടാം എന്നുള്ളതാണ്. നമുക്ക് ക്ലച്ച് നമുക്ക് വാഹനത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ്. അങ്ങനെ നമ്മൾ റിലീസ് ബെയറിംഗ് നമ്മൾ വാഹനത്തിലോട്ട് ഇൻസ്റ്റാൾ ചെയ്തു. കുറച്ച് ഗ്രീസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഗ്രീസല്ല, കുറച്ച് എന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം. കുറേ ഗ്രീസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ക്ലച്ചിനകത്ത് കയറി പോകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കുക. ആണ് ഒരു മീഡിയം. അതിനുശേഷം ഈ ഫോർക്ക് ലിവറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടൊരു പിന്നുണ്ട്. ആ പിന്നിൽ കുറച്ച് ഗ്രീസ് ആഡ് ചെയ്ത് അവിടെയാണ് വർക്കിംഗ് നടത്തുന്നത് കേട്ടോ. അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. ഈ സ്ലാബ് സിലിണ്ടർ ഇവിടെ വന്ന് പ്രസ് ആകുമ്പോൾ ഈ ഫ്രണ്ടിലോട്ട് റിലീസ് ബെയറിംഗ് വന്ന് ക്ലച്ച് ഡിസ്കിനെ ടൈറ്റ് ചെയ്ത് നിർത്തും. അപ്പോൾ നമ്മൾ ക്ലച്ച് ഡിസ്ക് എല്ലാം ഓക്കെയാണ്. ബോൾട്ടെല്ലാം ടൈറ്റ് ചെയ്തു. ഈ ഒരു ഫിംഗർ കണ്ടോ, ഫിംഗർ എല്ലാം കൂടി പുതിയ ക്ലച്ചാണെങ്കിൽ അകത്തോട്ടിരിക്കും, തീർന്ന ക്ലച്ചാണെങ്കിൽ ബാക്കിലോട്ടിരിക്കും. അതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് ഈ ഒരു ഗിയർ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യാം. ക്ലച്ച് നമ്മൾ സെൻറ്റർ ചെയ്തു, കറക്റ്റ് ചെയ്തു ഈ ഒരു മില്ലിങ് കയറാനായിട്ട്. KUV 100ൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. നമ്മൾ വാഹനം ഓടിച്ച് നോക്കിയപ്പോൾ ക്ലച്ച് നല്ല രീതിക്ക് സ്മൂത്ത് ആയിട്ടുണ്ട്. ഈ ഒരു വാഹനം 3 സിലിണ്ടർ ടർബോ ചാർജർ എഞ്ചിനാണ്, ഡീസൽ. അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമുക്ക് ഓടിക്കുമ്പോൾ പവർ കുറച്ചും പവർ കൂട്ടിയും നമുക്ക് ഓടിക്കാൻ പറ്റും. എക്കോ മോഡും പവർ മോഡുമാണ് ഇതായി കാണുന്നതാണ്. കണ്ടോ, ഈ ഒരു സ്വിച്ച് ഉണ്ടോ, ഇത് പവർ ഇട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അത്രയ്ക്കുള്ള പവറാണ്. വണ്ടി വലിച്ചുകൊണ്ടൊരു പോക്കാണ് പോകുന്നത്. എക്കോയിലാണെങ്കിൽ നല്ല മൈലേജ് പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും. പവർ അത്യാവശ്യം കുറവായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ചാണ്. ക്ലച്ച് നല്ല രീതിക്ക് ഫ്രീ ആയിട്ടുണ്ട്. നമുക്ക് വേണ്ട എൻ്റെ കാലിൻ്റെ ഒരു വിരൽ കൊണ്ട് നമുക്ക് ചവിട്ടാൻ പറ്റും. അത്രയ്ക്ക് ഫ്രീ ആണ് ഈ ഒരു ക്ലച്ചിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. കണ്ടോ, നല്ല രീതിക്ക് ഫ്രീ ആണ്. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ക്ലച്ച് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. വണ്ടി ക്ലച്ച് ഗിയർ ഇടാനും അതുപോലെ തന്നെ വാഹനം ട്രാഫിക്കിന് എടുത്തുകൊണ്ട് പോകാനൊക്കെ മാത്രം ക്ലച്ച് ഉപയോഗിക്കുക. ക്ലച്ച് ചവിട്ടി വയ്ക്കാൻ പാടില്ല. ട്രാഫിക്കിലൊക്കെ ആണെങ്കിൽ ന്യൂട്രലാക്കി തന്നെ ഇടുക. പിന്നെയെന്ന് പറയേണ്ട കാര്യം, ഗിയറും ഇപ്പോൾ നല്ല രീതിക്ക് സ്മൂത്ത് ആയിട്ടുണ്ട്. ഇപ്പോൾ വാഹനം ഞാനിപ്പോൾ ഒരു 5 കിലോമീറ്റർ ഓടിച്ച് നോക്കി, ആക്സിലേക്കൊക്കെ നോക്കി, എല്ലാം ഓക്കെയാണ്. വാഹനം അതിന് കസ്റ്റമറിന് കൊടുത്തു വിടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മറന്നോ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെല്ലൈക്കൺ അമർത്തിക്കുള്ള ഇതുപോലുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ബൈ, സി യു.